ജയസൂര്യ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഒരു കാര്യം ഓർത്തു. അദ്ദേഹം എന്തുമാത്രം ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. കുറച്ചധികം നാളുകൾക്ക് മുമ്പ് ദേമാവേലി കുമ്പത്ത് എന്ന് പറയുന്ന ഓഡിയോ കാസറ്റിന്റെ റെക്കോർഡിങ് കഴിഞ്ഞ് രാത്രി റിയാൻ സ്റ്റുഡിയോന്ന്, ഞാനന്ന് കടവന്ത്രയിൽ ട്രിവാൻഡ്രം ലോഡ്ജിൽ 3-4 മ്യൂസിക്കാർ താമസിക്കണ്ടല്ലോ, അതുപോലെ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ്. ഒരു വൈൻ റെഡ് കളർ ചെറിയ ഓൾട്ടോ കാർ ജയസൂര്യ കൊണ്ട്, ജയസൂര്യ സിനിമയിലായിട്ടുണ്ട് അന്ന്. ഇന്നലെ എറണാകുളത്ത് നഗരത്തിൽ ഓടിക്കുന്ന കുഞ്ഞിക്കാർ, അതിൽ എന്നെ അവിടെ കൊണ്ട് ഇറക്കാമെന്നും പറഞ്ഞ് റിയാനിൽ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഉൾപ്പെടുന്ന ഒരു കാലത്ത് ഈ മോട്ടിവേഷൻകാര് ഇപ്പോഴത്തെ അത്ര ഇല്ല. മോട്ടിവേഷൻ എന്നുള്ള വാക്ക് തന്നെ അത്ര കേട്ടിട്ടില്ല. ഇന്നാണ് ഈ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന മോട്ടിവേഷൻ വന്നത്. അന്ന് അർഹിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പോവായിരുന്നു. അപ്പോ എന്റെ ഉപബോധ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലാത്ത എന്തോ ആണ് സിനിമ എന്നൊരു വലിയ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. അത് ആഗ്രഹിക്കാൻ പാടില്ല, നമുക്ക് അർഹിക്കാത്തതാണ്, അത് വേറൊരു സ്ഥലമാണെന്നുണ്ടായിരുന്നു. അപ്പോ എന്റെയൊക്കെ ഏറ്റവും വലിയൊരു ലക്ഷറി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദേമാവേലി കുമ്പത്ത് എന്ന് പറയുന്ന നാദൃഷിക്കയുടെ കാസറ്റിന്റെ കവറിൽ പടം വരിക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് മിമിക്രിയിലേക്ക് വരുന്നതും ശ്രമിക്കുന്നതും എല്ലാം. പക്ഷെ പിന്നീട് സിനിമയിൽ വന്നു, സിനിമയിൽ സൗഹൃദങ്ങൾ ഉണ്ടായി. ഇപ്പൊ ഈ കാണുന്ന എല്ലാവരുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും വിഷ്ണു, നാദൃഷിക്കയോ, ഞാനോ, ടിനിച്ചേട്ടനോ, ഈവൻ ജയനോ ഒക്കെ നമ്മൾ ഒരു പ്രൊജക്ട് ഉണ്ടാക്കി അതൊരു സിനിമയാക്കി എടുക്കുന്ന ഒരു സ്ഥലം വരുമ്പോൾ ചിലപ്പോൾ സിനിമയിൽ ഒരു അനാഥത്വം ഫീൽ ചെയ്യും ഞങ്ങളുടെ ഒരു ബാച്ചിനൊക്കെ. പക്ഷെ എങ്ങനെയോ വീണ്ടും കഠിനാധ്വാനത്തിന്റെ ഫലമായി വീണ്ടും 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 ശ്രമിക്കുകയും മുന്നിലേക്ക് വരികയൊക്കെ ചെയ്യും. അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് വിഷ്ണു. വിഷ്ണുവിന്റെയൊക്കെ വളരെ തുടക്കം തൊട്ട് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി പാടുപെടുന്നതും എഴുതിയും ചെറിയ വേഷം അഭിനയിച്ചും ബാലതാരമായി അഭിനയിച്ചും പിന്നീടും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളതാണ്. എന്തായാലും ഈ വിഷ്ണുവിന്റെ സമയം തെളിഞ്ഞു തുടങ്ങിയെന്ന് വേണം അനുമാനിക്കാൻ. ഞാനിന്ന് രാവിലെ എണീറ്റ് വെറുതെ ഫോൺ ഓണാക്കി റീല് തട്ടിയപ്പോ തന്നെ ഒരു പെങ്കൊച്ചു വന്നിട്ട് വിഷ്ണുവേട്ടാ വാ എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ഇവരെ വിളിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് ആൾക്കാരും എല്ലാം കൂടെ. വീണ്ടും നാദൃഷിക്കയുടെ 7ാമത്തെ പടം നിർമ്മാതാവിനെ കുറിച്ച് ഇവിടെ പലതവണ പറഞ്ഞു. അദ്ദേഹം സിനിമയുടെ പല മേഖലകളിൽ പണിയെടുത്തിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് അധ്വാനിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ ഒരു ക്രെഡിറ്റിന്റെ കാർഡ് നോക്കിയാൽ സുജിത്തേട്ടൻ ഉൾപ്പെടെ എല്ലാ മേഖലയിലും വളരെ വിദഗ്ധരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. ചെറിയ പടമാണ്, നർമ്മമുള്ള പടമാണ്, ഒരു എന്റർടൈനർ ആയിരിക്കും. ഇതിനൊരു അക്കാഡമിക് ലെവലിൽ സമീപിക്കണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് വളരെ ചിരിച്ച് രസിച്ച് കണ്ടിരിക്കാവുന്ന ഒരു പടമായിരിക്കും എന്ന ബോധ്യം, ഒരു വിശ്വാസവും എനിക്കുണ്ട്. ഇത് അത്തരത്തിലാകട്ടെ, ഏറ്റവും ഗംഭീരമായി തീരട്ടെ ഈ സിനിമ, വലിയ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.